ഹരിപ്പാട് ഉള്ള സാവേരിയയുടെ കൊലപാതകം അത് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്നതാണ്. അതെങ്കിലും ഇനി ഇത്തരത്തിൽ ഉണ്ടാകുന്ന അവസാനത്തേത് ആകേണ്ടിയിരിക്കുന്നു. കാരണം ഇതേപ്പറ്റി വളരെയധികം ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെക്കുലർ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സെക്കുലറിസം എന്ന് പറയുന്നത് ഹൈന്ദവമായ എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ്. എന്ത് യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിച്ച് അത് ഹൈന്ദവ വിരുദ്ധമാക്കുന്നതിനും ഇത്തരത്തിലുള്ളവർക്ക് വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് ലവ് ജിഹാദ് എന്നൊക്കെ. നിരവധി ഉത്തരങ്ങൾ നമ്മൾക്ക് നൽകാൻ സാധിക്കും. പക്ഷേ നിയമപുസ്തകത്തിൽ അങ്ങനെ ഒരു കുറ്റം എഴുതി ചേർത്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അതില്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് സവാരിയയുടെ കൊലപാതകം ഇത്തരത്തിൽപ്പെട്ട അവസാനത്തേതാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അത് ഒരു ദേഷ്യത്തിൽ ലാപ്ടോപ്പ് എടുത്ത് അടിച്ചതല്ല. കുട്ടിയുടെ പിതൃ സഹോദരൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തെല്ലാമാണ് അവിടെ നടന്നിരുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രക്രിയയ്ക്ക് വിധേയയാകാൻ തക്കവണ്ണം ഇങ്ങനെ അടുപ്പത്തിലേക്ക് പോകാതിരിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ്. 10,000 പോയാലും ഇനിയും പഠിക്കാത്ത ഈ സെക്കുലർ മതേതര ഹിന്ദു ഇനിയും ഉണരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അന്ത്യമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുക. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോയാൽ പോലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സവാരിയയുടെ മരണം ഇത്തരത്തിൽ ഇനി ഉണ്ടാകാൻ ഇടയാകരുത് എന്നുള്ള വലിയ ദൃഢനിശ്ചയം കേരളത്തിലെ എല്ലാവരും കൈക്കൊള്ളേണ്ടതാണ്. അതനുസരിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർ വന്ന് പറയുന്നത് വെറുതെയല്ല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. ഈ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കുക. നിതാന്ത ജാഗ്രത തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് തടയിടുന്നത്. ആ നിതാന്ത ജാഗ്രതയെ പുലർത്താനായി തങ്ങളുടെ കുട്ടികളെ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കുക. അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിട്ട് നടക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കാം. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ആരിഫ് ഹുസൈൻ്റെ വീഡിയോകളും ജാമിദ ടീച്ചറുടെ വീഡിയോകളും ജബ്ബാർ മാഷിൻ്റെ വീഡിയോകളുമൊക്കെ കാണുക. അതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു ചെറിയ വണ്ട് അത് തീയിലേക്ക് ചാടിയാൽ ആ തീയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചാടാതിരിക്കുന്നതാണ് ബുദ്ധി എന്നും മനസ്സിലാക്കുക. അത് സംഭവിച്ചതിന് ശേഷം പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് തടയുകയാണ് നല്ലത്. അതുകൊണ്ട് തടയൽ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളിൽ അവബോധം വളർത്തണം. ആ അവബോധം വളർത്തേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും ചുമതലയാണ്. മാതാപിതാക്കൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ അവബോധം വളർത്തുക. അതുകൊണ്ട് മാത്രമേ ഇതിനെ തടയാനാകൂ എന്ന് മനസ്സിലാക്കുക.